അങ്ങനെ ദേ ഞങ്ങൾ തൊള്ളായിരം കണ്ടി എത്താറായി. അപ്പോൾ മുകളിലേക്ക് എത്തണമെങ്കിൽ ആകെ രണ്ട് വഴിയുള്ളൂ. ഒന്നെങ്കിൽ ജീപ്പ് സഫാരി അല്ലെങ്കിൽ നടന്ന് കയറാം. പക്ഷെ നടന്ന് കയറാൻ 7 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് തൊള്ളായിരം കണ്ടിയിലേക്ക് പോകുന്ന എൻട്രൻസ് വഴി. നിറച്ച് ജീപ്പുണ്ട് മൊത്തം ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ 7 കിലോമീറ്റർ നടന്ന് കയറണമെങ്കിൽ ഇത്തിരി പണിയാണ്. അതിനേക്കാൾ എളുപ്പം ജീപ്പാണ്. അപ്പോൾ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ പോയതിന് ശേഷമാണ് നമ്മൾ ജീപ്പ് സഫാരിയും വെച്ച് തൊള്ളായിരം കണ്ടി കയറാൻ പോണേ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഇച്ചിരി നടക്കാനുണ്ട്. കുറച്ചധികം താഴേക്ക് നടക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം എത്താൻ പോകുന്നത്. അപ്പോൾ ദേ കാണുന്നതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. വിചാരിച്ചതിനേക്കാളും നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്കൊന്ന് ഒറ്റയ്ക്ക് വൈബടിച്ച് ഇത്തിരി കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് അധികം നേരം ഇവിടെ നിന്നില്ല. വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഇനി നേരെ ജീപ്പിലേക്ക് പോവാ. അവിടെ നിന്ന് നേരെ തൊള്ളായിരം കണ്ടിയിലേക്ക്. ഫ്രണ്ടിരിക്കുന്ന പോകുന്നുണ്ട്. ഫുഡും കൂടി ഇല്ലാന്നെങ്കിൽ നമ്മളെ കേട്ടാ. ഫുഡ് കഴിച്ച് എന്റെ കാല് പിടിക്കാൻ എത്ര പേരടാ. ഇവിടുത്തെ കാറ്റത്ത് വണ്ടി മരിച്ചേർന്ന് വീഡിയോ എടുക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അവന്റെ യൂട്യൂബ് അല്ലെങ്കിൽ അവൻ ഇതുപോലെ നല്ല വിറ്റ് വർത്താനം കേൾക്കാൻ തന്നെയാണ് എനിക്ക് റീച്ച് കിട്ടാൻ പോണത്. ജിഷ്ണുടെ എല്ലാത്തിനും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് പ്രശസ്തരായി. എന്ത് മരണം നിങ്ങള്. ഞാൻ പറഞ്ഞില്ലേ തല അവിടെ ഇടിച്ചു. നീ എന്തെങ്ങനെയാണ് ആരും കമ്പത്തരുത്. നോട്ട് എ ലോക്കൽ കണ്ടി, ഇറ്റ്സ് 900 കണ്ടി.
എന്റെ അമ്മോ ഡ്രസ് ബക്കലിട്ട് മുക്ക 2 ദിവസം ഇടാനുള്ള ഡ്രസ്സാണുള്ളത് തന്നെ 1-2 ദിവസം. എന്റെ പൊന്നെ കക്ഷൊക്കെ നോക്കണം, ഇത്രക്ക് പൊടിയായ കക്ഷത്തിലേക്ക് പൊടി വീട് നീ വളർന്നു യൂട്യൂബർ എനിക്ക് ഞാൻ ഫ്യൂച്ചർ കാണുന്നുണ്ടല്ലോ ജീവി ചോദിക്കണം. എടാ മുകളിലെത്തിടാ എത്തി. ഓക്കേ ഓക്കെ എന്താ സംഭവിച്ചേ? പൊടിയല്ലോ തിരിച്ചു വണ്ടി വേണ്ട, തിരിച്ചു വണ്ടൊക്കെ പോയാൽ കൃഷ്ണജിൽ എന്താണ് പറയുന്നത്? നമ്മളെ ഒരു കഷ്ണത്തിലായിട്ട് തിരിച്ചെത്തിച്ചത് ഈ വണ്ടിയാണ്. ഓരെ കഴിഞ്ഞില്ല, ഞാനിവിടെ പോയി. ഓക്കെ, തൊള്ളായിരങ്കണ്ടിയിൽ ഏറ്റവും മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഇവിടെ വൈബ് അടിക്കാനായിട്ട് നിറച്ച് പരിപാടികൾ കിടക്കുകയാണ്. അമ്പ് വിട്ട് കളിക്കുക, പിന്നെ അല്ലാതെ പിന്നെ കുറേ വെടിവെച്ച് കളിക്കുക, അങ്ങനത്തെ കുറേ സ്പോർട്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ട്രീ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് പോണേ. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സെയിം വ്യൂ തന്നെയാണ്, ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന സെയിം വ്യൂ തന്നെ, പക്ഷെ കുറച്ചും കൂടി രസകരമായിട്ട് മുകളിൽ നിന്ന് കാണാം. കൂട്ടമുണ്ടല്ലോ നടന്നോണു കാണാൻ പുതിയില്ല, ആരോട് പുതിയുണ്ടാവില്ല. വയറിലേക്ക് തരാടാ. ഈ ഫോട്ടോ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ റെക്കോർഡിംഗ് ആണോ? ഇടയ്ക്കിടയ്ക്കാണ് ഡയലോഗ് ഇറക്കണ്ട കേട്ടോ, ഡയലോഗ് പിടിച്ച് കളിക്കും. ആഗ്രഹ സഫലയില നിന്നെ വയറിലേക്ക് തന്നിരിക്കുന്നു. അതല്ലേ പറഞ്ഞു എന്റെ സ്റ്റെപ്പ് ഇറങ്ങാൻ പറയുന്നു. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പിടിക്കുമ്പോ വരുന്നില്ലേ? ഇങ്ങനെ വരുന്നുണ്ട്. അത് കാല് കെട്ടി കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കാല് കെട്ടത് ആദ്യം തന്നെ കിട്ടും. കാല് വെളി വെക്കുക. സ്റ്റെപ്പും കൂടെ ഇറങ്ങിയെന്നാ നിങ്ങൾ ഒരു ഇറങ്ങിയിരുന്നേ. ആ ഇതുവരെ ഓക്കെ താത്തോടെ. അത് കൊള്ളാം. ഇനിയുണ്ട്. നീ ഏതെങ്കിലും കഷ്ടത്ത് 3 വെച്ച് ഒരാൾക്ക് വെച്ചിട്ടുണ്ട്. രണ്ടും കുത്തിയിരുന്നു, പക്ഷെ ഇതുമേ കൊണ്ടേ അവൻ കൊള്ളിക്കുകയും ചെയ്ത് കുത്തിയിരുന്നില്ലെങ്കിലും.
കിട്ടോ കൊള്ളോ വിടറാ. ഞാൻ പറഞ്ഞാ കൊള്ളു. പുരുഷോ ഞാനാ പറഞ്ഞ പൊക്കി പിടിച്ചൂടെ. കണ്ണുമേരികളാണ്, കണ്ണിലോട് തീഷ്ണത കണ്ട. ഓ രണ്ടാന്ന് കൊണ്ട് ബാക്കിയുള്ളവരെ ജീവനെ കൊണ്ടാ രണ്ടെണ്ണോ ഒരാൾക്ക് പിന്നെ ആ മൂലക്കാണ് കൊണ്ടത്. ആ മനസ്സിലായി. ആ ടോപ്പ് സ്കോറർ കാശി ആഘോഷം ഞാനോട് വീടട്ടെ. ഇവനെന്താണ് പ്രാക്കറുണ്ടോ? എന്തൊക്കെ ടിപ്സോട് ടിപ്സ്. ഓ നാപ്പത് സെക്കൻഡ്, 41 സെക്കൻഡ്, 43, 44, 45, 46 പോട്ടെ 48, 49. താഴെ കുതിയാ തീരുമാനായി. ഊഞ്ഞാലാടുന്നു. ആ കണ്ടേ. ചേടാ വൈകിട്ട് എടുത്താൽ മതിയായിരുന്നു. വൈഡിൽ എടുക്കായിരുന്നു. ഇത്രയ്ക്ക് നേരം ഞാൻ വൈഡിൽ എടുത്തിണ്ടായില്ല. കാശി ആഘോഷം ഏകദേശം ഒരേ ഇതിൽ വരും. ഇല്ല പടയപ്പ എങ്ങൂര് പടയപ്പ എങ്ങോ ആ വെയിറ്റുകളൊക്കെ പാടും. അയ്യോ പിടിക്കാനുള്ള കാര്യം മറന്നുപോയി. എടാ അടുത്ത ജിഷ്ണുവേ ആ 35 സെക്കൻഡ്.
പേടിക്കണ്ട. പൊടി അതിനുള്ള ഞാൻ വൈറ്റ് പൊടി കൊള്ളും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് താഴെയുള്ളത് എന്റെ മേത്ത് വാളണമെന്നുണ്ടല്ലോ, ഞാൻ മേത്ത് മൊത്തം തേക്കും അങ്ങട്. അവര് വികാരമാണ്. പുള്ളിന്റെ അടുത്ത് മുകളിലോട്ട് പെടുന്ന ചായ സ്വീകരിക്കണോ? ചായ ഇല്ല, ബഡ്ജറ്റ് കട്ട. ഉച്ചക്ക് ഫുഡ് ആവശ്യമില്ല, ഉച്ചക്ക് വൈകുന്നേരം ചായ കട്ട. ചായക്കും ഫിസിലും കാണിച്ചാൽ 900 കണ്ടി ഒരുവിധം മൊത്തം കറങ്ങി. അങ്ങനെ ജീപ്പ് സഫാരിയും കഴിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇതേ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ ചായ ആക്രാന്തക്കാരനായ ശ്രീഹരിക്ക് ഏറ്റവും ബെസ്റ്റ് ചായക്കട, ഈ ഏരിയയിലുള്ള ഏറ്റവും ബെസ്റ്റ് ചായക്കടയെ കൊണ്ടുപോയി ബെസ്റ്റ് ചായ തന്നെ അവനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടിലെ പിള്ളേരാണ് ആ ചായക്കട കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ഫുഡ് കഴിക്കുക, സെറ്റാവുക, എന്നിട്ട് അവിടെ ഒരു ക്യാമ്പ് ഫയർ ഇട്ട് വൈബടിച്ചിരിക്കുക. ഇപ്പം തന്നെ വൈകുന്നേരമായി. ഇനി നേരെ പോയി കടയിൽ പോവുക, ഫുഡ് വാങ്ങുക, അതിനുള്ള ടൈമേ ഉള്ളൂ. ഇവിടുത്തെ ഏകദേശം റൂമിലെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ക്യാമ്പ് ഫയറും പരിപാടിക്കും ശേഷം നാളെ നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.